ഹായ് ഓൾ. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള നമ്മുടെ റെയിൽവേ എക്സാംസ്, അതായത് ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന റെയിൽവേ NTPC എക്സാംസ്. ഇപ്പോൾ ഏതൊരാൾക്കും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്കും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്കുമാണ് NTPCയുടെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുള്ളത്. അതായത് 2025 റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം, അവർക്ക് മാത്രമേ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ +2 ക്വാളിഫിക്കേഷൻ തൊട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ നമുക്ക് റെയിൽവേ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ നമുക്ക് എങ്ങനെ ഈ പറയുന്ന എക്സാമിലേക്ക് എത്താം, അതായത് ഫസ്റ്റ് ഒരു മാസ് പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ആ ഒരു ജോലി കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് സ്കോർ ചെയ്യേണ്ടതെന്നും അതുപോലെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടതെന്നും എന്താണെന്ന് ഡീറ്റെയിൽ എന്നുള്ളത് ഇപ്പോഴും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സെഷനിലേക്ക് തന്നെ ആദ്യം പോവാം. അപ്പോൾ ഇതിൽ ആദ്യം ഞാനിവിടെ ഗ്രാജുവേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനാ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ഏജ് ലിമിറ്റ് ആണ് ഈ പറയുന്നത് 18 to 33 ഇയേഴ്സ്. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ OBC NCL ആണെങ്കിൽ അത് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, SC ST ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെ റിലാക്സേഷൻ അല്ലാതെ ഇത് അപ്പർ ഏജ് ലിമിറ്റ് ആണ്. ഗ്രാജുവേറ്റ് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 33 വയസ്സ് വരെ, 18 തൊട്ട് 33 വയസ്സ് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതുപോലെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ എനി ഗ്രാജുവേറ്റ് ആണ്, ഇന്ന ഒരു സ്ട്രീമിലുള്ള ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എന്നല്ല, നിങ്ങൾ ഏത് സ്ട്രീമിൽ നിന്ന് വന്ന ഒരാൾക്കാണെങ്കിലും ഈ പറയുന്ന എക്സാമിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ടോട്ടൽ വേക്കൻസി ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് 2025 വിളിച്ചിട്ടുള്ളത് 5810 വേക്കൻസീസ് ആണ് നമുക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അപ്പോൾ ടോപ്പിക് വൈസ് പറയുകയാണ് അല്ലെങ്കിൽ ഒരു സിലബസ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 tier ആണ് ഇവിടെ എക്സാം വരുന്നത്, അതായത് Tier 1 Tier 2. Tier 1ലും Tier 2ലും സെയിം പാറ്റേൺ തന്നെയാണ് അവിടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ടോട്ടൽ 90 മിനിറ്റ്സിനാണ് രണ്ട് Tier 1ഉം Tier 2ഉം വരുന്നത്. അത് കൂടാണ്ട് തന്നെ നമുക്ക് 3 സെക്ഷൻസ്, രണ്ടിലും ഒരുപോലെ തന്നെയാണ് 3 സെക്ഷൻസ് വരിക. ജനറൽ അവെയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ റീസണിങ്. അങ്ങനെ 3 സെക്ഷൻസ് നമുക്ക് Tier 2ലും ഈ 3 സെക്ഷൻസ് തന്നെയാണ്. അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ടോട്ടൽ മാർക്സിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. Tier 1ലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അവെയർനെസ് 40 ക്വസ്റ്റ്യനും ബാക്കി രണ്ടും നമുക്ക് 30 ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ടാണ് വരിക. അപ്പോൾ ടോട്ടൽ നമുക്ക് അവിടെ 100 മാർക്കിനാണ് വരുന്നത്. Tier 2 വരുമ്പോഴത്തേക്കും അവെയർനെസ് 50 ക്വസ്റ്റ്യനും ബാക്കി രണ്ടും 35 ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ടാണ് വരുന്നത്. അതായത് ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിംഗ് കൂടി ചേർത്ത് ബാക്കി 70 മാർക്കാണ് വരുന്നത്. അവിടെ നമുക്ക് 120 മാർക്കാണ് ടോട്ടൽ മാർക്സ് വരിക. ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഈ ഒരു എക്സാമിൻ്റെ എക്സാം പാറ്റേൺ വരിക. അതായത് ബോത്ത് നമ്മുടെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നമുക്ക് ഇങ്ങനെ തന്നെയാണ് പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഒറ്റ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 2 എക്സാംസിനും വളരെ നീറ്റായിട്ട് തന്നെ എഴുതാൻ പറ്റും. ഇപ്പോൾ Tier 1 Tier 2 ആയിക്കോട്ടെ, നിങ്ങൾ ഒറ്റ പ്രിപ്പറേഷൻ മതി, അഡീഷണൽ സബ്ജക്റ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. ഈ 3 സബ്ജക്റ്റുകൾ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പം ഒറ്റ പ്രിപ്പറേഷനിൽ ആ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തിരുന്നാൽ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളായിരുന്നാലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളായിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഒരു ടോപ്പിക്കിൻ്റെ ബേസാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് റീസണിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ റീസണിങ്ങിൽ ഇപ്പം ആദ്യത്തെ ഒരു ടോപ്പിക്ക് ഇപ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് എടുക്കുക, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ എടുക്കുക, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ എടുക്കുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിന് എല്ലാത്തിലും പഠിക്കാനുള്ളത്, അല്ലേ? ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഒരു അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് എങ്ങനെ മാക്സിമം സ്കോർ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ വർഷം, അതായത് 2024 വിളിച്ചിട്ടുള്ള RRB NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ കട്ട് ഓഫ് ആണ്. അതും നമ്മുടെ സൗത്ത് ലെവലിൽ വന്നിട്ടുള്ള 4 സോണുകളുടെ കട്ട് ഓഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ മുംബൈയുടെ കട്ട് ഓഫ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം ഇതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. നോക്കിക്കേ, ആദ്യം ഇതിൽ ഞാനിവിടെ ഗ്രാജുവേറ്റിൽ ഈ പറയുന്നത് കാറ്റഗറി നമ്പേഴ്സാണ്. അപ്പോൾ കാറ്റഗറി നമ്പേഴ്സ് അനുസരിച്ചിട്ടാണ് നമുക്ക് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. നമുക്ക് വന്നിട്ടുള്ള ഗ്രാജുവേറ്റിലെ പോസ്റ്റുകളാണ് ഇതൊക്കെ. അതായത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രാഫിക് അസിസ്റ്റന്റ്. ഇത് എത്രയും നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ്. ഇതിലേക്കുള്ളതാണ് NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നടത്തുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ,
ഇങ്ങനെയാണ് നമ്മുടെ RRB ട്രിവാൻഡ്രത്തിലെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതായത് RRB ട്രിവാൻഡ്രത്തിൽ അന്ന് ഏതൊക്കെയാണ് പോസ്റ്റുകൾ ഉണ്ടായിരുന്നത്, ഏതൊക്കെ പോസ്റ്റുകൾക്ക് വേക്കൻസി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ക്യാറ്റ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ തൊട്ട് മുന്നേ കാണിച്ചത്. അപ്പോൾ ഇവിടെ 1, 2, 3, 5 ആണ്. 1, 2, 3, 5 എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തിൽ ഉണ്ടായിരുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു, ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ടായിരുന്നു, അതുപോലെ 5 ഏതാണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പോൾ ഈ 4 പോസ്റ്റുകളാണ് നമുക്ക് ട്രിവാൻഡ്രം RRBയിൽ 2024 ഉണ്ടായിരുന്ന 4 പോസ്റ്റുകൾ. അപ്പം ഇവിടെ കട്ട് ഓഫ് വന്നപ്പോൾ ഓരോന്നിനും ഓരോ കട്ട് ഓഫാണ്. ഇപ്പോൾ CCCTS അതായത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എടുക്കട്ടെ, അതിന് പ്രത്യേകം കട്ട് ഓഫ്. ഇനി സ്റ്റേഷൻ മാസ്റ്റർ പ്രത്യേകം കട്ട് ഓഫ്, ഗുഡ്സ് ട്രെയിൻ മാനേജറിന് സെപ്പറേറ്റ് കട്ട് ഓഫ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് സെപ്പറേറ്റ്, അങ്ങനെ ഓരോ പോസ്റ്റുകൾക്കും സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മീൻസ് നമ്മൾ 2024 വിളിച്ചിട്ടുള്ള ഇപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഈ കഴിഞ്ഞ ജൂൺ മാസങ്ങളിൽ നടന്നിട്ട് അത് വന്നിട്ടുള്ള Tier 1-ന്റെ എന്താണ് കട്ട് ഓഫ് ആണ് ഞാൻ കാണിക്കുന്നത്. URന് കാണിച്ചിട്ടുണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, OBC ഉണ്ട്, EWS ഉണ്ട്, ESM എക്സ് സർവീസ് മെൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കേ 73 ആണ് CCCTS എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള കട്ട് ഓഫ് വന്നിട്ടുള്ള 73.51. SCക്ക് ആണെങ്കിൽ 59.27, STക്ക് ആണെങ്കിൽ 55.42, OBCക്ക് ആണെങ്കിൽ 71.31, EWS ആണെങ്കിൽ 61.90, എക്സ് സർവീസ് മെന്നാണെങ്കിൽ 48.95. കണ്ടോ? അപ്പോൾ URന് നമുക്ക് 73 ആണ് വന്നിട്ടുള്ളത്, അതും CCCTS. നെക്സ്റ്റ് സ്റ്റേഷൻ മാസ്റ്ററിനാണെങ്കിലോ 71.46 ആണ് കട്ട് ഓഫ്. നെക്സ്റ്റ് ഗുഡ്സ് ട്രെയിൻ മാനേജർ GTMനാണെങ്കിലോ 70.00 ആണ് കട്ട് ഓഫ്. നെക്സ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിലോ 73.17 ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്തെ കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് നമുക്ക് നിയർലി പറയാം ഒരു 70-നും അതുപോലെ 73-നും ഇടയ്ക്കാണ് വന്നിട്ടുള്ളത്, അല്ലേ? 70-നും 73-നും ഇടയ്ക്ക് ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അതിന് താഴെ വരുള്ളൂ, URനെക്കാട്ടിലും താഴെ നമുക്ക് കട്ട് ഓഫുകൾ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഇനി ESM എടുക്കുകയാണെങ്കിൽ, അതായത് എക്സ് സർവീസ് മെൻ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നും താഴെയാണ് നമുക്ക് വരുന്നത് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ നമുക്ക് ചെന്നൈയുടെ കട്ട് ഓഫ് എടുക്കാം. ചെന്നൈയിൽ എല്ലാ പോസ്റ്റുകളും ഉണ്ടായിരുന്നു, കണ്ടോ? 1, 2, 3, 4, 5 എന്ന ക്യാറ്റ് നമ്പറിൽ വരുന്ന എല്ലാ പോസ്റ്റുകളും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ട്രാഫിക് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ നമുക്ക്, ട്രാഫിക് അസിസ്റ്റൻ്റ് 6 ആണ്, ട്രാഫിക് അസിസ്റ്റൻ്റ് ഇല്ല. നമുക്ക് ഈ സൗത്ത് സോണിൽ അങ്ങനെ ട്രാഫിക് അസിസ്റ്റൻ്റ് പോസ്റ്റ് അങ്ങനെ വരാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 5 വരെയുള്ള ക്യാറ്റ് നമ്പർ വെച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് കണ്ടോ? 76.79, 79.89, 71.64, 70.82, അല്ലേ? അതും നമുക്ക് പറയാം 70 to ഒരു 79 നിയർലി ആണ് അവിടുത്തെ കട്ട് ഓഫ് വന്നേക്കുന്നത്, അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ RRB ബംഗളൂരുവിൽ നമുക്ക് ഈ പറയുന്ന 5 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ നോക്കുക, നമുക്കിവിടെ 5-ൽ ഇവിടെ നമുക്ക് നോക്കിക്കേ 76.43, അതുപോലെ 72.66, 67.95, 68.86. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഒരു 65 to 76 നിയർലി നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇനി ഏതാണ്? സെക്കന്ദരാബാദാണ്. സെക്കന്ദരാബാദ് എന്ന് പറയുമ്പോൾ 79, 80, 70, 73, 76, 80, നിയർലി 80, അപ്രോക്സിമേറ്റ്ലി 80 വരെ വരുന്ന കട്ട് ഓഫ്, അതായത് 70 to 80 വരെ വരുന്ന കട്ട് ഓഫും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് ഓരോ പോസ്റ്റുകൾക്കും വന്നിട്ടുള്ളത്. ഇനി നോക്കിക്കേ, മുംബൈയുടെ കേസ് നോക്കുകയാണെങ്കിൽ, മുംബൈയുടെ കേസിലും ആണെങ്കിൽ നമുക്ക് 80, 75, 72, 75, 71. ഈ മുംബൈ എന്തിനായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾ മുംബൈ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നോർത്തിലോട്ടും നോർത്ത് ഈസ്റ്റിലോട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറവാണ്. അതും നിയർലി നമുക്ക് ഇതേ ഒരു റേഞ്ച് തന്നെയാണ് അവിടെയും നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ മുംബൈ വരെയുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം സൗത്ത് സോണിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുക ട്രിവാൻഡ്രം, ചെന്നൈ ആണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുക. പിന്നെ ട്രിവാൻഡ്രം, പിന്നെ നമുക്ക് ബാംഗ്ലൂരു, സെക്കന്ദരാബാദ്. അപ്പോൾ വേക്കൻസി റിലേറ്റഡ് ആണല്ലോ, വേക്കൻസി അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ വരുന്ന മുംബൈയിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുംബൈയുടെ കട്ട് ഓഫും കൂടെ ഞാനിവിടെ ഷോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? അതായത് അപ് ടു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 65 to 80 വരെ വരുന്നതാണ് ഈ 5 സോൺ വെച്ച് നോക്കുമ്പോഴും നമുക്ക് വരുന്നൊരു കട്ട് ഓഫ് ലിമിറ്റ്. അപ്പം 65 to 80 എന്ന് പറയുമ്പോൾ
നമ്മൾ നന്നായിട്ട് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടതാണ്. ഇത് 2024 വിളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്കും നമുക്ക് ഈ റേഞ്ചിൽ തന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ആ ഒരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 85 റേഞ്ചിനുള്ളിൽ വെച്ച് നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. 85 റേഞ്ചിനുള്ളിൽ വെച്ചിട്ട് ഇത് പ്യുവർലി നമ്മുടെ നമ്പർ ഓഫ് വേക്കൻസിയെയും അതുപോലെ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടിരിക്കും നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരിക. പക്ഷേ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് 85 ആണ്. നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ 85 അല്ലെങ്കിൽ ഒരു 90 എങ്കിലും സ്കോർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ 90 സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് അല്ലെങ്കിൽ ഇപ്പം എക്സാമിൻ്റെ ഡേറ്റ് അറിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കേണ്ടതായിട്ടിരുന്ന നമുക്ക് ഈ പറയുന്ന 90 മാർക്സ് അല്ലെങ്കിൽ 85 മാർക്സ് സ്കോർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ എക്സാം ഡേറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഏകദേശം ഒരു ജൂൺ മാസത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം 2024 നടന്നിട്ടുള്ള പരീക്ഷകളും നമുക്ക് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനും ഏകദേശം നമുക്ക് ഈ പറയുന്ന ജൂൺ മാസങ്ങളിലാണ് ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ഇനി ഒരു ജൂൺ മാസത്തിൽ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇനിയും ലേറ്റാക്കി നമുക്ക് എക്സാം ഡേറ്റ് കറക്റ്റ് അറിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ പറയുന്ന സ്കോറിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു 85 to 90 ഇടയിലുള്ള മാർക്ക് വേണം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് റീസണിങ്ങിൽ നന്നായിട്ട് വർക്ക് ചെയ്യാനുണ്ട്, മാത്സ് നന്നായിട്ട് വർക്ക് ചെയ്തെടുക്കാനുണ്ട്, അവയർനെസ് ആണെങ്കിൽ നിങ്ങൾ വായിച്ച് പഠിക്കേണ്ട കാര്യമായിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ എഴുതി അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആക്കണം, ആക്യുറസി കറക്റ്റ് ആക്കണം അല്ലേ. കാരണം ഇവിടെ നമുക്ക് ഈ പറയുന്ന പോയിന്റ് സംതിങ് ഇങ്ങനെ ഒരുപാട് ഡിജിറ്റുകൾ കണ്ടോ. ഇത് എന്തുകൊണ്ടാണ്? നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഈ ഒരു വലിയ നമ്പേഴ്സിലൊക്കെ ഉള്ള കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം കട്ട് ഓഫിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാം. ഇതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻ വേണം നിങ്ങൾ ഇനിയുള്ളതിൽ എടുക്കാൻ. ഇപ്പോൾ നമുക്കൊരു മാക്സിമം ലിമിറ്റ് ഒരു 80 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ഒരു 85 മാർക്സ് ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു 90 മാർക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തെ ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. +2 ക്വാളിഫിക്കേഷൻ ആണ്. വേക്കൻസി എന്ന് പറയുന്നത് 3058 വേക്കൻസീസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി 2024 നമുക്ക് എന്തൊക്കെയാണ് ആ കട്ട് ഓഫ്, അതിൻ്റെ ഒരു മാക്സിമം കട്ട് ഓഫ് നോക്കിയിട്ട് എത്ര ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് 4 കാറ്റഗറീസ് ആണുള്ളത്. 1, 2, 3, 4. ആദ്യം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്, ട്രെയിൻസ് ക്ലർക്ക് ആണ്. ഇത്രയും ഒരു 4 കാറ്റഗറിയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ആ 4 കാറ്റഗറി നമ്പർ അനുസരിച്ചിട്ടാണ് പറയുന്നത്. ട്രിവാൻഡ്രത്ത് നമുക്ക് ആകെ 3 കാറ്റഗറീസ് ആണ് ഉണ്ടായിരുന്നത്. ആദ്യം കൊമേഴ്ഷ്യൽ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും, പിന്നെ വരുമ്പോഴത്തേക്കും 3 ഏതാണ്, ജൂനിയർ ക്ലർക്ക് കം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും, നെക്സ്റ്റ് വരുന്നത് ട്രെയിൻസ് ക്ലർക്കും. ഇത് 3 നമുക്ക് എവിടെ ഉണ്ടായിരുന്നത്, TVM ഉണ്ടായിരുന്നത്. അതിൽ 80 ആണ് അവിടെ കട്ട് ഓഫ്. കണ്ടോ, 80 to 83 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് TVM വന്നിട്ടുള്ള കട്ട് ഓഫ്. നെക്സ്റ്റിന് നോക്കിക്കേ, ചെന്നൈയിൽ വരുമ്പോൾ 1, 2, 3, 4, 5 അതെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കേ 76, 79, 76, 71, 70. അപ്പോൾ അത് എല്ലാ കാറ്റഗറിയും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഒരു 70 to 79 റേഞ്ചിലാണ് നമുക്ക് അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ TVM നമുക്ക് ഇച്ചിരി കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. അതായത് ഒരു 83 ആണ് മാക്സിമം അവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ്. നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് 80 അടുപ്പിച്ചാണ് ചെന്നൈയിൽ വരുമ്പോൾ. നെക്സ്റ്റ് ബാംഗ്ലൂർ വരുമ്പോഴുള്ളത് നോക്കിക്കേ, അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 76 ആണ് മാക്സിമം വരുന്ന കട്ട് ഓഫ്. അപ്പോൾ വേക്കൻസി അനുസരിച്ചിരിക്കും അവിടുത്തെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ. ഇനി നെക്സ്റ്റ് ഇവിടെ ആണെങ്കിൽ മാക്സിമം ഒരു 80, അതായത് സെക്കന്ദരാബാദിൽ 80 ആണ് നമുക്ക് അവിടെ ഒരു കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് മുംബൈ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മാക്സിമം 80 ആണ് അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇത് URന്റെ കട്ട് ഓഫ് ആണ് പറഞ്ഞത്, ബാക്കിയെല്ലാം നമുക്ക് അവിടെ നിന്നും കുറവായിട്ടായിരിക്കും വരിക. അപ്പം നിങ്ങൾ ഇവിടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ട്രിവാൻഡ്രം ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നോക്കുക, നമുക്കൊരു 85
ഇപ്പോൾ ഏതായിരുന്നാലും ഒരു 85 നമ്മൾ ഫോക്കസ് ചെയ്യുക. രണ്ടിലും നമുക്കൊരു 85 to 90 ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ പഠനം ആരംഭിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് 85 to 90 മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡീസൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സിലബസ് കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ടോപ്പിക്സ് ഓരോന്നും എത്രയാണ് എന്നുള്ളത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കറക്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, നമ്മുടെ ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ എടുത്ത് വേണം പ്രാക്ടീസ് ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറുണ്ട്. അപ്പോൾ ഈ ഒരു 90 മിനിറ്റിനുള്ളിൽ വെച്ചിട്ട് ഈ പറയുന്ന ഒരു 100 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 120 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാമെന്ന് പറയുന്നത് നമുക്ക് അത്രയും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യമായിട്ട് വരും. ഇനി ഇത് നമുക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ നോർമലൈസേഷനും കാര്യങ്ങളൊക്കെയാണ്. നോർമലൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ എത്രയാണ് 60 മാർക്കിന് അവർ കറക്റ്റായിട്ടൊരു 60 മാർക്കിന് കറക്റ്റായിട്ട് വേണ്ട, ഒരു 60 മാർക്കിന് എഴുതി. ഓക്കെ, ഇപ്പോൾ ഗ്രാജുവേറ്റോ അണ്ടർ ഗ്രാജുവേറ്റോ ടോട്ടൽ അറ്റംപ്റ്റ് 60 മാർക്കായിരുന്നു. പക്ഷേ അതിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ചുമ്മാ കുറച്ച് കറക്കി കുത്തിയത് ഒരു 20 എണ്ണം ചുമ്മാ വെറുതെ കറക്കി കുത്തി. പക്ഷെ വേറൊരാൾ 40 to 45 50 ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വിചാരിച്ചോളൂ. 50 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത 50 ക്വസ്റ്റ്യനും കറക്റ്റാണ്. അപ്പം നോർമലൈസേഷൻ പ്രോസസ്സ് എടുക്കുന്ന സമയത്ത് നോർമലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് നമുക്ക് പാടായിട്ട് വരുന്നൊരു ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഷിഫ്റ്റിനനുസരിച്ചിട്ട് നോർമലൈസ് ചെയ്യും. അതായത് ബാക്കിയുള്ള ഷിഫ്റ്റുകൾ അനുസരിച്ചിട്ട് ആ ഷിഫ്റ്റിനെ നമ്മൾ നോർമലൈസ് ചെയ്യും. നോർമലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ നെഗറ്റീവ്സ് കുറഞ്ഞിരിക്കുന്ന ഒരാളില്ലേ, അതായത് 50 ക്വസ്റ്റ്യൻ ശരിയായിട്ട് ചെയ്തിട്ടുള്ള അയാൾ ഒരു നെഗറ്റീവ് പോലും വരുത്താത്ത ഒരാളില്ലേ, അയാളുടെ 50 എന്ന് പറയുന്ന ആ മാർക്ക് പെട്ടെന്ന് കൂടും. ഏകദേശം അയാളൊരു ലിസ്റ്റിൽ കയറുന്ന സമയത്ത് ഒരു 65-70 മാർക്കിൻ്റെ ഒരു ഡിഫറൻസ് വരും. അയാൾ കട്ട് ഓഫ് കടക്കുകയും ചെയ്യും. ആ ഒരു കട്ട് ഓഫും കാര്യങ്ങളും കടക്കും. കാരണം ഇതാണ് നോർമലൈസേഷനിൽ അവർ മെയിൻലി നെഗറ്റീവ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അതായത് നമ്മളെ റോങ് ആൻസേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. പക്ഷേ 60 മാർക്ക് എഴുതിയ ആൾ നെഗറ്റീവ്സ് ഒക്കെ വന്നത് കൊണ്ട് ഇപ്പോൾ 60 മാർക്കാണ് അയാൾക്ക് കിട്ടിയത്. പക്ഷേ 20 ക്വസ്റ്റ്യൻസോളം ട്രൂ, അതായത് റിയലായിട്ട് നമുക്ക് 60 മാർക്ക് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 20 ക്വസ്റ്റ്യൻസോളം അയാൾക്ക് നെഗറ്റീവ് ആണ്. അത് കുറച്ചിട്ട് അയാൾക്ക് 60 മാർക്കാണ് കിട്ടിയെങ്കിൽ പക്ഷേ 20 നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നോർമലൈസേഷൻ പ്രോസസ് നടക്കുമ്പോൾ അത് താഴെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാതെ ആയിട്ടും വരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ നോർമലൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു നെഗറ്റീവ് പോലും വരുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. കാരണം ഇതിനകത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ഫാക്ടർ ഇല്ല. ഇംഗ്ലീഷ് ഉണ്ടെങ്കിലാണ് നമുക്ക് നെഗറ്റീവ്സ് കുറച്ചെങ്കിലും വരാൻ സാധ്യതയുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഷുവറായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം റീസണിങ്ങിൽ നെഗറ്റീവ് വരുത്തേണ്ട ആവശ്യമില്ല, മാത്സിൽ നെഗറ്റീവ് കാരണം നമുക്ക് എക്സാക്റ്റ് ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. അവയർനെസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവ് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നെഗറ്റീവ്സ് മാക്സിമം നമുക്ക് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് സ്കോർ ചെയ്യുക, നിങ്ങൾ ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് മെയിനായിട്ടും വരുന്നത്. കറക്റ്റായിട്ട് സിലബസ് കവർ ചെയ്യുക, കറക്റ്റായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യുക, കറക്റ്റായിട്ട് പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് നന്നായിട്ട് പഠിക്കുക. അതിന് ഡെയിലി ടെസ്റ്റുകളും സെഷണൽ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തു പോവുക. ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന ഒരാൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ ഈസി ആയിട്ട് തന്നെ എക്സാം ടൈം നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഗ്രൂപ്പ് ഡിയുടെ ഒരു കേസ്, ഇപ്പോൾ നമുക്ക് കുറച്ച് കേസും കാര്യങ്ങളും കഴിഞ്ഞു ഗ്രൂപ്പ് ഡിയുടേത്. പക്ഷേ കണ്ടോ, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 27th, അതായത് നവംബർ 27th സ്റ്റാർട്ട് ചെയ്തു. അപ്പം നവംബർ 17 നടത്തേണ്ടിരുന്നത് നവംബർ 27 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് ഡേറ്റ് വരട്ടെ എന്ന് വിചാരിച്ച് നീണ്ടിരുന്ന ആൾക്ക് ഇനി അത് കവർ ചെയ്യാൻ സാധിക്കുമോ, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാം എപ്പോൾ വരുമെന്നോ എപ്പോഴാണ് നമുക്ക്, ഇപ്പോൾ ഞാനൊരു പ്രഡിക്ഷനാണ് നടത്തിയത്, ജൂണിലായിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ അതിന് മുന്നേ നടത്തിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രഡിക്ഷനാണ്. എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്തത്, കഴിഞ്ഞ വർഷത്തെ അതിനനുസരിച്ചിട്ട് ഒരു എക്സാമിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ വർഷം അതൊന്ന് പ്രഡിക്റ്റ് ചെയ്ത് ചിലപ്പോൾ ജൂണിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു സമയം പോലും വെറുതെ പാഴാക്കാൻ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ചാപ്റ്റേഴ്സും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഓരോന്നും കറക്റ്റായിട്ട് തന്നെ നിങ്ങളത് ക്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ RRB NTPCയുടെ സൂപ്പർ 30 ബാച്ച് നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ടും ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പറയുന്ന സൂപ്പർ 30 ബാച്ച് വരുന്നത്. ഈ സൂപ്പർ 30 ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബാച്ചിൽ 30 സ്റ്റുഡൻസ് തന്നെയായിരിക്കും കാണുക. അവർക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ
എന്തായാലും ഉണ്ടായിരിക്കും. കൂടാതെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ബാച്ച് ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഓരോ കുട്ടികളെ പറ്റിയിട്ടുള്ള അനാലിസിസ് മെൻറ്റേഴ്സിൻ്റെ കയ്യിൽ സേഫ് ആയിരിക്കും. എങ്ങനെയാണ് ആ കുട്ടിയെ ഏത് സെക്ഷൻസ് ആണ് കുട്ടിക്ക് വീക്കായിട്ടുള്ളത്, അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം മെൻറ്റേഴ്സ് കറക്റ്റായിട്ട് നോക്കിയിരിക്കും. പിന്നെ വീക്ക്ലി അസസ്മെൻറ്റ് ത്രൂ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അഡീഷണലി കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ കംപ്ലീറ്റ് സിലബസ് കവറിംഗ് ആണ് ഇതിനകത്ത്. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്, PYQs ഉണ്ട്, കോ ടോപ്പിക് ഡിസ്കഷൻ ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, ഡെയിലി ക്വിസസ് ഉണ്ട്. ഏതൊക്കെ സെക്ഷനിൽ നിന്ന് വരാം എന്നുള്ളൊരു പ്രഡിക്ഷൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന RRB NTPCയുടെ ആദ്യത്തെ പരീക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യുന്ന വഴി നമുക്ക് നല്ല രീതിയിൽ നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു കോൺഫിഡൻസ് വളർത്തിയെടുക്കുക എന്നുള്ളത് നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഇനി നമ്മുടെ ബാച്ചിനെ പറ്റിയിട്ടോ എക്സാമിനെ പറ്റിയിട്ടോ കൂടുതൽ എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8714764666 എന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ബാച്ച് ഡീറ്റെയിൽസ് ആയിരുന്നാലും അതുപോലെ തന്നെ എക്സാം ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആക്കി തരും. അപ്പോൾ RRB NTPC എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ റെയിൽവേയിലെ ഒരു നല്ലൊരു പോസ്റ്റിലേക്കുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ എല്ലാവരും കൊണ്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് തന്നെ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്സ് ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.